ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് മിസ് ഇതാ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതാ നമ്മുടെ വാരിയബിൾസ്. എന്താണ് വാരിയബിൾസ്, അതേപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ് ഇവിടെ പറഞ്ഞു തരാൻ പോണത്. +1 നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് എവിടേക്കാണോ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടേക്കാണോ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ടേമാണ് വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണിത് എന്നുള്ളത് ക്ലിയർ ആക്കി നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാനായിട്ട് പോവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് മക്കളെ വാരിയബിൾസ്? നമുക്കറിയാം, നമ്മൾ കുറേ ഡാറ്റാസ് ഒക്കെ കൊടുക്കും അല്ലേ? നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് 2 നമ്പറിൻ്റെ സമ്മ് കാണാനാണെങ്കിൽ നമ്മൾ അവിടെ 2 നമ്പർ കൊടുക്കണം അല്ലേ? എന്നാലേ നമുക്ക് ആ സമ്മ് കിട്ടുള്ളൂ. അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഡാറ്റാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണ്ടേ മക്കളെ? അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ മെമ്മറി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതാ നമുക്ക് പറയാം കുറേ എന്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓരോ ഇതേപോലെയുള്ള സെല്ലുകളായിട്ട് നമുക്ക് പറയാം. ഇതിനൊക്കെ ഓരോ അഡ്രസ്സുകളും ഉണ്ടാവും. ഇപ്പം ഇതൊരു 1001, ഇത് 1002, ഇങ്ങനെ ഓരോന്നിനും അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പം ഈ നമ്പറൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പം നമ്മൾ ഒരു പ്രോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ഒരാളെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 നമ്പറിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ആ 2 നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ 2 നമ്പേഴ്സിനെ നമ്മൾ ഇതിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റോർ ചെയ്ത സ്ഥലത്തിന് ഈ മെമ്മറി അഡ്രസ്സ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് നമ്മൾ ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന് നമ്മളൊരു പേര് കൊടുക്കും. ആ പേരിനെയാണ് നമ്മൾ പറയുന്നത്, അതിനെയാണ്, ആ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസിനൊക്കെ നമ്മൾക്ക് പേര് കൊടുക്കാൻ പറ്റും. ആ പേരിനെയാണ് നമ്മൾ വാരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മറി ലൊക്കേഷൻ്റെ നമുക്ക് അതിലേക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ ഈ ഒരു പേരാണ്, ഈ ഒരു വാരിയബിളിനെയാണ്. ഓക്കെ, യെസ്. അപ്പോൾ വാരിയബിൾസ് എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത് നമുക്ക് പറയാം, ആ വാരിയബിളിന് ഒരു പേരുണ്ട് അല്ലേ? നമ്മളിപ്പോൾ 2 നമ്പറിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്പർ 1, നമ്പർ 2 എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം, ഒരു കുഴപ്പമില്ല. ഐഡൻറ്റിഫയേഴ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത് വാരിയബിൾ നെയിം ഉണ്ടാവും. അതേപോലെ തന്നെ അതിന് എന്തുണ്ടാവും? ഓൾറെഡി ഉള്ള ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും അല്ലേ മക്കളെ? ഇപ്പം ഞാനൊരു നമ്പറിനെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ num1 എന്ന് പറഞ്ഞൊരു വാരിയബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു 20 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഓൾറെഡി ഇതിനുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മളിട്ട ഈ ഒരു പേരിനെയാണ് വാരിയബിൾ നെയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്നും കൂടി ഉണ്ടാവും, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കണ്ടൻറ്റും ഉണ്ടാവും. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സെല്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ടാവും? നമ്മളിടുന്ന വാരിയബിളിൻ്റെ പേരുണ്ടാവും, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു മെമ്മറി അഡ്രസ്സും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ എന്താണ് ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാരിയബിൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ കേൾക്കും, ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറയും വാരിയബിളിനെ ഇവിടെ സ്റ്റോർ ചെയ്യുക, വാരിയബിൾ എടുക്കുന്നു, ഇങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വാരിയബിൾ എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനായിട്ടാണ് മിസ് ഒരു വീഡിയോ ചെയ്തത്. വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ ഓരോ ഡാറ്റ കൊടുക്കുമ്പോഴും അതിനൊക്കെ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ആ സ്റ്റോർ ചെയ്ത സ്ഥലത്തിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ നമുക്ക് പറ്റും. ഐഡൻറ്റിഫയർ ആണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതാണ് ഈ വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പോൾ വാരിയബിൾ എന്താണെന്നുള്ളത് മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ടൊരു വീഡിയോ വേണമായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ മക്കൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.